നമ്മുടെ പ്രിയപ്പെട്ട മാംഗോ മാൻ മskottayilൻ്റെ വീട്ടുമുറ്റത്ത് വന്ന സമയത്താണ് നമ്മളിവിടെ ഒരു കാഴ്ച കണ്ടത്. ഈ മാവിൻ തൈ ചട്ടിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കമ്പുകൾക്കിടയിൽ വേറെ നമ്മുടെ മടലൊക്കെ ഇങ്ങനെ പൊളിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല സ്ട്രോങ്ങിലാണ് ഇരിക്കുന്നത്, വെറുതെ വന്ന് വീണെടുക്കില്ല. ഇവിടെ ഇങ്ങനെ ചീന്തിയിട്ട് ഇതാ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കയറുകൊണ്ട് ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ഒരു സെറ്റപ്പ് കാര്യങ്ങൾ? ഇത് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ട്രെയിൻ ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ പ്രൂൺ ചെയ്യുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അത് പുതിയ ഓരോ മെത്തേഡുകളാണ്. ഇപ്പോൾ നമ്മളിതിനെ ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്യുക, എന്നാൽ രൂപം നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. എന്നുവെച്ചാൽ രൂപമില്ലാത്ത മാവുകൾക്ക് പ്രത്യേക രൂപം കൊടുക്കുക. അപ്പോൾ കമ്പുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിരിക്കും. അതിനെ നമ്മളെ രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് വളച്ച് പിന്നെ പ്രത്യേക രീതിയിൽ ഷേപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രൂണിങ്ങിന് മുമ്പായിട്ടില്ലെങ്കിൽ പ്രൂണിങ് ചെയ്യുന്ന സമയത്താണെങ്കിലും കമ്പുകൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ആ രീതിയാണ് ചെയ്തത്. എന്താണ് ഈ ഒരു സെറ്റപ്പ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഇതിപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് നമ്മൾ ഈ കമ്പ് കുറെ ഇങ്ങോട്ട് അടുത്ത് നിൽക്കുകയായിരുന്നു, അതിനെ കുറച്ച് ഇങ്ങോട്ട് അകത്തി. അപ്പോൾ അകത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പിന്നെ മടൽ ചീന്തിയിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്ത്. ഓക്കെ, ഇവിടെയും അതുപോലെ തന്നെ ഇതിനെ അകത്തി നിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്ത്. ഓക്കെ, പിന്നെ ഇത് കുറച്ച് വിടർന്ന് നിന്നിരുന്നു. അത്ര വിടരാതെ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കയർ ഉപയോഗിച്ചിട്ട് ഇതിനെ കുറച്ച് കെട്ടി അടുത്തേക്ക് കൊണ്ടുവന്നു. കൂടുതൽ അകൽച്ച വരാതിരിക്കാനും വേണ്ടിയിട്ട് ഒന്ന് അടുപ്പിക്കാനും വേണ്ടിയിട്ട് അതും ചെയ്തു. അടുത്തത് ഒന്ന് അകൽച്ചയിലേക്ക് എത്തിക്കും ചെയ്ത്. അപ്പോൾ നമുക്ക് സൂര്യപ്രകാശം വേണ്ട രീതിയിൽ നല്ല രീതിയിൽ കിട്ടും. എന്നാൽ തൊട്ടടുത്ത് തന്നെ നമുക്ക് പ്ലാന്റ് വെക്കാനും പറ്റും. കൂടുതൽ അകലേക്ക് ഈ പ്ലാന്റ് സ്പ്രെഡായി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് പ്ലാന്റ് വെക്കാനും പറ്റില്ല. അപ്പോൾ വൃത്തി ഉണ്ടാവും. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒതുക്കിയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പോൾ നോക്കൂ, ഈ മാവ് നമ്മൾ പിന്നെ അതിലെ രീതിയിൽ കയർ കൊണ്ട് കെട്ടിയിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ? അതിന് ഉള്ളിലേക്ക് നോക്കാൻ നമ്മൾ ആ ഒരു സെന്റർ ഭാഗത്ത് കറക്റ്റ് ആയിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന്റെ ഇത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കയറുകൊണ്ട് ബാലൻസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇനി നമ്മളിത് ചെയ്തു വരുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ട്രെയിൻ ചെയ്തു വരുന്ന സമയത്ത് തന്നെ നമ്മൾ വിചാരിച്ച രീതിയിൽ കമ്പുകൾ വേണ്ട രീതിയിൽ ഒതുങ്ങി കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വലിച്ചു കെട്ടിയിട്ട് ഷേപ്പ് ചെയ്യാം. ഇതിപ്പോ ഏകദേശം എത്ര മാസം ഒക്കെ ഇങ്ങനെ കയറ് കെട്ടി നിർത്തേണ്ടത്? കുറച്ച് ദിവസം 3 മാസം നമ്മൾ കെട്ടി കഴിഞ്ഞാൽ അതിന്റെ പിന്നെ അഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ എങ്ങനെ ഉദ്ദേശിച്ചത് ആ രൂപത്തിലാക്കി അത് വരും. ഓക്കെ, നമ്മളിപ്പോ എന്താണ് പല്ലിന് കമ്പിടുക എന്നുള്ള രീതിയിലാണ് നമ്മൾ മാവിനെ നമുക്ക് വേണ്ട രീതിയിൽ അതിനെ മെരുക്കി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വൃക്ഷമാണ് മാവ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും വളരാനോ പിന്നെ അങ്ങ് വിട്ടു കഴിഞ്ഞാൽ അതിന് തോന്നിയ പോലെ അത് വളർന്നു പോകും. നമ്മളൊരു കുട്ടിയാണ് മാവ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനായിരിക്കണം അതിനെ വളർത്തിക്കൊണ്ടുവരുന്നത്. ആ ഒരു രീതിയാണ് സ്വീകരിച്ചത്. ഇപ്പം നോക്കാം, ഇവിടെ 2 മാവുകളുണ്ട്. ഒരു മാവിന് നമ്മൾ കണ്ടില്ലേ, ഇവിടെ ഒരു ഇത് കൊടുത്തിട്ട് ഇത് സപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. വളഞ്ഞു ഇങ്ങനെ ഉള്ള ഒരു ഇതായിരുന്നു ഇതിന്റെ. ഇങ്ങനെ ഒരു വളവുണ്ട് കാര്യങ്ങൾ. അതിനെ നിവർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതി അവലംബിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു മാവ് നിൽക്കുന്നുണ്ട്. ഈ മാവ് ശ്രദ്ധിച്ച് നോക്കൂ, ഇതും വളഞ്ഞൊരു മാവായിരുന്നു. ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിലായിരുന്നു. നമ്മൾ നിർത്തി അതിന് കെട്ടിക്കഴിഞ്ഞ് ഇനി ഒരു 2 മാസം കഴിഞ്ഞ് നമ്മൾ ഈ കയറങ്ങ് അയച്ചിട്ട് കൊടുത്താൽ ആ മാവ് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഏതൊരു മാവിനെയും നമുക്ക് വളഞ്ഞ മാവിനെയൊക്കെ നമുക്ക് ഈ ഒരു പരുവത്തിൽ ആദ്യഘട്ടത്തിൽ അതിൻ്റെ ചെറിയ പിന്നെ സമയമാകുന്ന സമയത്ത് നമുക്കതിനെ വളവുകളൊക്കെ നിർത്തി കമ്പുകളൊക്കെ ഷേപ്പ് ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഈ മാവുകളുടെ ഒരു പ്രായപരിധി ഇതൊക്കെ ഇപ്പോൾ ഏകദേശം 2 വർഷമായിരിക്കും അല്ലേ ഇതിനൊക്കെ ഉണ്ടാവുക? തീർച്ചയായിട്ടും. ഓക്കെ, ഇതിൻ്റെ പ്രായപരിധി വിട്ട് മാവ് അങ്ങോട്ട് വളരാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു ഷേപ്പിംഗ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇതിന് നമ്മൾ അതിൻ്റെ ചെറിയ സമയത്ത് ചെയ്യണം. ഇപ്പോൾ ഇത് ചെറിയ കമ്പാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ട രീതിയിൽ മെരുക്കി എടുക്കാനായിട്ട് പറ്റും. ഇവിടെ ഗ്രോ ബാഗിലും ചട്ടിയിലൊക്കെ ആയിട്ട് ഒരുപാട് പ്ലാന്റുകൾ ഇരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമുക്ക് നല്ല രീതിയിൽ നല്ല ഇഷ്ടപ്പെട്ട ഒരു ഷേപ്പുള്ള ഒരു മാവും തൈയാണ് ഇപ്പോൾ ഈ ഗ്രോ ബാഗിൽ ഇരിക്കുന്നത് കാണുന്നത്. നല്ല രീതിയിൽ ഇതിൻ്റെ കമ്പുകൾ ഉണ്ടല്ലേ ഇങ്ങനെ വന്നിട്ടുണ്ട്. ശരിക്കും നമുക്ക് ബോൺസായി രൂപത്തിലൊക്കെ നമ്മൾ ചില പ്ലാന്റുകൾ കാണുമല്ലോ ഫോട്ടോയിലും കാര്യങ്ങളും വീഡിയോയിലൊക്കെ, അത്തരത്തിൽ നല്ല രീതിയിൽ കമ്പുകൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മനോഹാരിത ഇതിൻ്റെ ഒരു ബെൻഡ് തന്നെ കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ബെൻഡ് നമുക്ക് നിർത്താൻ പറ്റുമോ? ഇല്ല, ഇത് അത്യാവശ്യം പിന്നെ ഒരു ഗ്രോത്ത് പ്രായമായ ഒരു മാവാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ബെൻഡ് നിർത്താനായിട്ട് സാധിക്കില്ല. ഇനി ബെൻഡ് നിർത്താൻ പറ്റില്ല. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബെൻഡ് നിർത്താറില്ല.
പക്ഷെ നമ്മൾ ചെറുതായിട്ട് ഒതുക്കി നിർത്തുന്ന പ്ലാന്റുകളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ ചട്ടിയിലൊക്കെ വെക്കുന്നത്. ശരിക്കും ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ബെൻഡായിട്ട് തന്നെ നമുക്ക് തോന്നുന്നത്. മാവുകൾക്ക് അത് എങ്ങനെയാണ്, ചില കമ്പുകളുടെ ബെൻഡ് അതിൻ്റെ പിന്നെ മൊത്തത്തിൽ കാണുമ്പോഴുള്ള ആ ഒരു ഷേപ്പൊക്കെ നോക്കുമ്പോൾ ഇതിപ്പോൾ ഒരു ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. ഇത് ബെൻഡ് നീർത്തുമ്പോഴാണ് ഇതിൻ്റെ ഭംഗികളായി മാറുക. നമ്മൾ ബോൺസൈ ആയിട്ട് ചില സാധനങ്ങളൊക്കെ ഇരിക്കുന്ന കണ്ടിട്ട് കുറേ ഇങ്ങനെ വളഞ്ഞി ശരിക്കും ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ ഒരു പിന്നെ 19 വർഷം പ്രായമുള്ള ഒരു മാവിൻ്റെ ഇതുപോലെ നമുക്ക് തോന്നുന്നുണ്ട് ഇത് കാണുമ്പോൾ. യഥാർത്ഥത്തിൽ ഇത് പിന്നെ ഒരു 4-5 വർഷം പ്രായമുള്ള ഒരു മാവാണ്. ഒരു 4-5 വർഷം പ്രായം ഉണ്ടല്ലോ ഇതിന്. അതിൻ്റെ അടിയിൽ ശരിക്കും നല്ല രീതിയിൽ നല്ല ഇതുണ്ട്, കനക്കുണ്ട്. പിന്നെ ഇവിടുന്ന് വന്നിട്ട് നല്ല മനോഹരമായിട്ട് തന്നെ ഉണ്ട് അതിൻ്റെ കമ്പുകളൊക്കെ പോയിട്ടുള്ള. പിന്നെ നല്ല മാങ്ങ നല്ല ഭംഗിയാണ്. ഇത് ഏതായിട്ടോ? ഇത് ഞാൻ പറഞ്ഞില്ല, ഇന്തോനേഷ്യൻ അൽഫോൺസ. ഇന്തോനേഷ്യൻ അൽഫോൺസ എന്ന് പറഞ്ഞ വെറൈറ്റി അല്ലേ? ഗൾഫിലൊക്കെ അങ്ങനെ ആ പേരിലാണ് ഈ മാങ്ങ അവിടെ വരുന്നത്. അധികമൊന്നും വരുന്നില്ല, പിന്നെ വരുന്നത് അങ്ങനെയാണല്ലേ. ഫ്രണ്ട്സ്, നമുക്കിതാ ഇതിൻ്റെ ഈ ഒരു കമ്പിൽ നല്ല രീതിയിൽ തന്നെ ഫ്ലവർ ചെയ്തത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ അവിടെ നിന്ന് മാറിയിട്ട് ഇനി അടുത്ത കമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്, ഇതിൽ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ശരിക്കും നല്ല രീതിയിൽ തന്നെ ഫ്ലവറിങ് ഇതിൽ നടന്നിട്ടുണ്ട്. ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഈ ഫ്ലവറിംഗ് ഒക്കെ കംപ്ലീറ്റ് കായ്ക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കമ്പുകളൊക്കെ കെട്ടി കൊടുത്തിട്ട് ഇത് നമ്മൾ സ്റ്റേ കൊടുക്കേണ്ടി വരില്ലേ? ഈ മാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ അധിക മാങ്ങകളും പിടിക്കും എന്നുള്ളതാണ്. സാധാരണ നമുക്ക് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൊഴിഞ്ഞു പോകും. പക്ഷെ ഇതിന് അങ്ങനെ കൊഴിഞ്ഞു പോകുന്ന ആ ഒരു സ്വഭാവം വളരെ കുറവാണ്. വർഷക്കാലത്താണെങ്കിൽ പോലും മാങ്ങ കായ്ക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് വർഷക്കാലത്തും കായ്ക്കും. ആൾ സീസൺ ആണത്? ആൾ സീസൺ ആണ്. അപ്പോൾ ഈ ആൾ സീസൺ മാങ്ങ പിന്നെ വർഷക്കാലത്ത് കായ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ പുഴുക്കേട് പ്രശ്നങ്ങൾ ഇനം വെറൈറ്റികൾക്കാണ്. എല്ലാ മാങ്ങയിലും പിന്നെ വർഷക്കാലത്ത് പുഴു വരിക എന്നുള്ളതില്ല. അതിനകത്ത് നമുക്കറിയാം, നമ്മുടെ കോട്ടപ്പറമ്പ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ആൾ സീസൺ മാങ്ങ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് വർഷക്കാലത്തൊക്കെ കായ്ക്കും. അതിനകത്ത് അങ്ങനെ പുഴു വരാറില്ല. ഇപ്പോൾ നമ്മൾ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചില ഇനങ്ങൾക്കാണ്, ചില ഇനങ്ങൾക്ക് തൊലി നല്ല കട്ടിയായിരിക്കും, അതുപോലെ കറ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനത്തേനൊക്കെ ഈ പിന്നെ കാഴ്ചകളുടെയൊക്കെ ശല്യത്തിൽ നിന്ന് താരതമ്യേന രക്ഷപ്പെടാനുള്ള കഴിവുകളൊക്കെ ഉള്ള മാങ്ങകളുണ്ട്. ഈ ചട്ടിയിലിരിക്കുന്ന മാവിൻ്റെ കമ്പിൻ്റെ ഇടയിൽ ചകിരി കൊണ്ടുപോയിട്ട് തിരികെ വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാണ്? ഇത് നമ്മൾ പറഞ്ഞില്ലേ, മാവിനെ ഷേപ്പ് ചെയ്യാന്നുള്ളൊരു പ്രക്രിയയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാവ് ഇതിൻ്റെ കമ്പുകൾ അടുത്തിരുന്നപ്പോൾ അതിനെ അകലത്തേക്ക് മാറ്റി അകത്തി വെക്കുന്നതിൻ്റെ രൂപമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഈ ഒരു മാവ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒന്നിങ്ങോട്ട് തിങ്ങി നിൽക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ അതിന് ഒന്ന് വൈഡാക്കി നിർത്താനും വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ്. ഇനി ഷേപ്പ് ചെയ്താൽ ഇനി ഒന്നും കൂടി വൈഡാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ടിൻ്റെ ഇടയിൽ കമ്പ് കൊട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കണം അല്ലേ? അങ്ങനെ ചെയ്യല്ലേ? ഓക്കെ. ഇത് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ചെയ്യുന്നത്, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ മാറ്റല്ലേ? നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരൊറ്റയടിക്ക് തന്നെ ഇതിനെ പെട്ടെന്ന് ഇങ്ങനെ അകത്തി നിർത്താൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ കമ്പ് പൊട്ടും. ഘട്ടമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. ആദ്യം ചെറിയ എന്തെങ്കിലും മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഇതിന് ചെറിയൊരു അകൽച്ച കൊടുക്കുക. ഈ അകൽച്ച കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി വൈഡാക്കി കൊടുക്കുക. ഒറ്റയടിക്ക് നമ്മൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ഇതാക്കിയിട്ട് സെൻറ്റർ ഇങ്ങനെ കീറി വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പം നമ്മൾ ഒരു മാവിനെ ഷേപ്പ് ചെയ്ത് വർക്ക് ചെയ്ത ഒരു മാവാണത്. ഈ മാവിൻ്റെ ഈ കമ്പ് യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് പോയതായിരുന്നു. ഇവിടെ ഒരു ബെൻഡ് കാണുന്നുണ്ട്. ബെൻഡ് ആ കമ്പ് നമ്മൾ ഇങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് കെട്ടി ഈ രൂപത്തിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ. ഇപ്പോൾ കനോപ്പി പോലെ മൂന്ന് സൈഡിലേക്ക് 3 ബ്രാഞ്ചസ് കിട്ടി. അതേസമയം നമുക്ക് ചില മാവുകൾ മുറിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് 3 ബ്രാഞ്ചസ് കിട്ടിക്കോളുന്നില്ല. ചിലപ്പോൾ 2 കിട്ടും, ചിലപ്പോൾ 4 കിട്ടും. ഒന്ന് വലുതാവും, ഒന്ന് ചെറുതാവും. ചിലപ്പോൾ 2 ബ്രാഞ്ചസ് തന്നെ ഒരു ഭാഗത്തേക്ക് പോകും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് മറ്റൊരു ബ്രാഞ്ചസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലേ? കാരണം ഈ ബ്രാഞ്ചസ് ഇങ്ങോട്ടായിരുന്നു, ഇത് രണ്ടും ഇങ്ങോട്ട് അടുത്തടുത്തായിരുന്നു. ഇപ്പം നമ്മൾ ഒരു കമ്പ് ഉപയോഗിച്ച് കയർ ഉപയോഗിച്ച് ഇവിടെ കെട്ടിയിട്ട് ഈ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇത് ഫ്രീ ആയി, കണ്ടില്ലേ? എന്ത് രസമുണ്ട്. ഓക്കെ. ഇനിയിപ്പോൾ ഇത് എന്താണ് വളരുന്നതോറും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇനി എന്ത് ചെയ്യാം, വലിയ ഫിനിഷായി. ഇനിയിപ്പോൾ സെൻറ്ററിലേക്ക് നമ്മൾ മുമ്പൊക്കെ വന്ന് നോക്കിയ പോലെ തന്നെ ആ ഒരു കനോപ്പി സിസ്റ്റത്തിൽ കാര്യങ്ങൾ ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മറ്റേത് അടുത്തടുത്താവുമായിരുന്നു കമ്പ്. അപ്പോൾ അകൽച്ച കാര്യങ്ങൾ കിട്ടി. അതുപോലെ ഈ മാവിന് വൻഡായിരുന്നു, ഇത് നമ്മൾ കമ്പൊക്കെ വെച്ച് അതിനെ ഷേപ്പ് ചെയ്തു. ഓക്കെ. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു സെൻറ്ററിലൊരു ബെൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇങ്ങോട്ടൊരു ബെൻഡ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കമ്പൊക്കെ കുത്തിയിട്ട് ഇപ്പോൾ ഏകദേശം ഇതൊക്കെ ആ ബെൻഡൊക്കെ നിവർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള പ്ലാന്റുകൾ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ഈ ട്രെയിനിങ് ആണെങ്കിലും അതുപോലെ തന്നെ ഷേപ്പിംഗ് ആണെങ്കിലും പ്രൂണിങ് ആണെങ്കിലും ഒക്കെ ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് ഒട്ടുമിക്കതും നമ്മൾ കാണുന്നത്. നമ്മൾ മാവിനെങ്ങനെ വലിച്ച് അകത്തി കൂടുതൽ വൈഡ് ഉണ്ടാക്കാനൊന്നും ശ്രമിച്ചാൽ മാവ് വരില്ല. അത് ഘട്ടമായിട്ട് വളരെ പതിയെ ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്.
അപ്പോൾ ആദ്യ ഘട്ടത്തിൽ നമ്മൾ കുറച്ച് വിടർത്തി, പിന്നെ കുറച്ചും കൂടെ വിടർത്തി, അങ്ങനെ അതിനെ പാകപ്പെടുത്തിയെടുക്കണം. പെട്ടെന്ന് നമ്മളിതിനെ അകത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ പൊട്ടി അത് കീറിപ്പോകാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ മാവിനെ നമ്മൾ ഇന്ന് പറഞ്ഞത് ഷേപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. മുമ്പ് നമ്മൾ ട്രെയിൻ ചെയ്തു. ഇപ്പോൾ മാവിനെ ഷേപ്പ് ചെയ്യുക. ഷേപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഷേപ്പ് അല്ലാത്തതിന് രൂപം നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ആ രീതിയാണ് മാവിനെ ഷേപ്പ് ചെയ്തെടുക്കുക. അത്തരത്തിൽ ഒട്ടനവധി മാവുകൾ നമ്മളിവിടെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും മാവുകളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമായി, കൂടുതൽ അറിവുകളുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരെ കാത്തിരിക്കുക.